I'm Ishani Vinkaran and welcome to the channel Shizen Art and Craft. നമ്മൾ ഇന്ന് ഒരു ഡിഫറെന്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഹോം ടൂർ ആണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരു ആർട്ട് ചാനലിൽ ഹോം ടൂർ ചെയ്യുന്നതെന്ന് ഞാൻ ഉള്ളിലേക്ക് എത്തുമ്പോൾ പറഞ്ഞുതരാം. അപ്പൊ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പൊ ഞാൻ അധികം വൈകിക്കുന്നില്ല. അപ്പൊ നമ്മള് 2 ഗേറ്റ് ഉണ്ട്. കാറൊക്കെ എൻട്രി ചെയ്യാനും ജസ്റ്റ് നമുക്ക് എൻട്രി ചെയ്യാനും 2 ഗേറ്റ്. ഇതാണ് എന്റെ വീട്. എന്റെ വീടിന്റെ പേര് ഇഷ്യൂസ് ഫോലിയ എന്നാണ്. എന്റെ പേരിന്റെ ബിഹാഫായിട്ട് ഇട്ട പേരാണ്. അപ്പൊ നമുക്ക് ആദ്യം വീടിന്റെ ഉള്ളു കാണുന്നതിന് മുമ്പ് പുറത്തൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. അപ്പൊ ഇവിടെ ഫുൾ ഗാർഡൻ ആണ്. കുറെ പൂവും കുറെ ഫ്രൂട്ടും ഹെർബ്സും ഷർട്ട്സൊക്കെ കുറെ ഉണ്ട്. ഇവിടെ കുറെ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൂടി പറ്റുന്നത്. പിന്നെ ഇവിടെ പേരമരം, മാവ്, ഇതൊക്കെ മാവാണ്. അപ്പൊ അവിടെ കോവയ്ക്കും ഗ്രേപ്സിന് നട്ടിട്ടുണ്ട്, ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ഇതൊക്കെ അച്ഛനാണ് ഇതിന്റെ മെയിൻ ആള്. അച്ഛൻ രാവിലെ വന്നു കഴിഞ്ഞാ പിന്നെ ഫുൾ ഇവിടെ ഇങ്ങനെ കൃഷി അത് നടുന്നു, കിളയ്ക്കുന്നു, അതങ്ങനെ കുറെ പണിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഫുഡ് കഴിക്കാൻ വരും, പിന്നെ വീണ്ടും പോകും. അങ്ങനെ ഫുൾ ഇവിടെയാണ് അച്ഛൻ ഒക്യുപ്പൈഡ്. അപ്പൊ ഇവിടെ ഭയങ്കര, എനിക്ക് ഇവിടെ വരുമ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഭയങ്കര സുഖമാണ്. ഇപ്പൊ നമ്മള് ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുവാണെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഓക്സിജൻ നല്ലോണം ശ്വസിക്കാൻ പറ്റുന്ന ഇത് മുളക് ഉണ്ട്. പിന്നെ ഇവിടെ നിലക്കടല, നിലക്കടലയാണ് അയ്യോ സോറി, നിലക്കടലല്ലേ, ഇത് കൂർക്കയാണ്. ഇത് ഫുൾ അങ്ങോട്ട് വരെ അങ്ങനെയാ കൂർക്ക. പിന്നെ ഇവിടെ കുറെ വാഴ, അവിടെയും കുറെ വാഴ, ഫുൾ അപ്പുറത്തൊക്കെ വാഴയാണ്. അവിടെയൊക്കെ കപ്പയാണ്, കപ്പ നിറച്ചങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളും ഫ്രൂട്ട്സൊക്കെ അപ്പുറത്തൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ട്, കുറെ നിറച്ചുണ്ട്. ഇതെല്ലാം ഒന്നും കഴിക്കുന്നില്ല. ഈ താഴേക്കും അപ്പുറത്തേക്കൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കാണിച്ചേക്ക് പോവാ. പിന്നെ നമ്മള് ഇവിടെയൊക്കെ മെറ്റൽ ഷിപ്സ് ആണ്. താഴെ മൊത്തം മെറ്റൽ ഷിപ്സ് ആണ്. ടൈലില്ല, കാരണം മഴയൊക്കെ വരുമ്പോ ടൈലിട്ടാൽ ഇത് സീറ്റ് ചെയ്ത് പോകാൻ സ്ഥലമില്ല. അപ്പൊ ഇതാകുമ്പോ ഒന്ന് താഴെ പോകും. പിന്നെ ഇവിടെ ബെഞ്ച് ഇരിക്കുന്നത്, ഇത് ഇത് യൂഷ്വലി നല്ലോണം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഈ മാസമായതുകൊണ്ടാണ് തോന്നുന്നത് വലിയൊന്നും ഇല്ല. അല്ലെങ്കിൽ നിറച്ച് വലി ഉണ്ടാകുമ്പോ ഇത് കഴിക്കാൻ ഭയങ്കര സുഖമാണ്. ഞാനിങ്ങനെ വെറുതെ വന്ന് ബുക്കൊക്കെ വായിക്കാൻ നല്ല സുഖമാണ്. അപ്പൊ ഇതാ ഇത് കാശിലാണ്. ഞാൻ ഇതിലേക്ക് വരാം. 2 എൻട്രൻസ് ഉണ്ട് വീട്ടിലേക്ക്. ഇത് നോർത്താണ്, അത് ഈസ്റ്റ്. അപ്പൊ നോർത്ത് ഒരു എൻട്രൻസ് ഉണ്ട്, ഈസ്റ്റിന്നുണ്ട്. ഇത് ഊരാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ്, ഞാൻ നോക്കി വരുന്നില്ല. ഇത് എന്താണ്, അപ്പൊ പുറത്തേക്കുള്ള പൂച്ചയും പട്ടിയൊന്നും കയറി വരുന്നില്ല. നമുക്ക് ഉള്ളിൽ നമ്മള് സീലിംഗ് ഒക്കെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ LED ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് ലിവിംഗ് റൂം. ഇവിടെ നമ്മള് സോഫ ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആർട്ട് ചാനലിൽ ഇടാൻ കാരണം എന്ന്. ഇത് ഫുൾ അച്ഛന്റെ പെയിന്റിങ്സ് ആണ്. ഈ വീട് മൊത്തം അച്ഛന്റെ പെയിന്റിങ്സ് ആണ്. ഇത് നമ്മളൊരു ഗാലറി പോലെ കൂടെ ഒരുക്കിയിട്ടാണ്. ഈ വീട് ഇപ്പൊ ഉണ്ടാക്കിയിട്ട് ഒരു 4 years ആയി.
2016 സെപ്റ്റംബറിലാണ് വീട് നമ്മൾ ഹൗസ് വാമിങ് ചെയ്തത്. അപ്പൊ 2016 ജൂലൈയിൽ ദർബാർ ഹാളിലെ എക്സിബിഷൻ ഉണ്ടായിരുന്നു അച്ഛന്റെ പെയിന്റിങ്സിന്റെ ഒക്കെ. അപ്പൊ അവിടുന്ന് കുറച്ച് ഹോം മാഗസിന്റെ ആൾക്കാർ വന്നിട്ട് ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഫീച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒക്കെ പെയിന്റിങ്സ്. ഇവിടെയാണ് നമ്മൾ TV വെച്ചിരിക്കുന്നത്, TV അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ പെയിന്റിങ്സ് ഉണ്ട്. ഇവിടെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണ്. ഇതാണ് ഡൈനിങ് ടേബിൾ. ഫർണിച്ചർ നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഇന്റീരിയർ വർക്ക്സ് ഒക്കെ നമ്മൾ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. ഫർണിച്ചർ വർക്ക് ഒക്കെ ഇവിടെ അടുത്തുള്ള ഒരു സുനിൽ പറഞ്ഞാണ് ചെയ്തത്. പിന്നെ ഇതൊക്കെ നമ്മൾ സ്റ്റൈലോ എന്ന് പറഞ്ഞ ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ ഇതാണ് ഡൈനിങ് ടേബിൾ. ഇവിടെ ഒരു ഫുഡ് കൗണ്ടർ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. പിന്നെ ഇവിടെ പുറത്തേക്ക് വീണ്ടും ഒരു വഴിയുണ്ട്. ഇതും പുറത്തേക്കുള്ള വഴിയാണ്. ഇത് ലേഡീസ് സിറ്റ് ഔട്ട് ആണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് നമ്മൾ വാഷ് ബേസിൻ വെക്കാത്തത് അങ്ങനെ ആ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ഇത് അങ്ങനെ ഒരു സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ വേറൊരു വാഷ് ബേസിൻ കൂടെ ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പൊ ഇതാണ് പൂജ. അപ്പൊ നമ്മള് ഈ ഡോറൊക്കെ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ ഈ പൂജാ റൂമില് വരെ അച്ഛന്റെ പെയിന്റിങ്സ് ഉണ്ട്. ഈ കൃഷ്ണനും ശിവൻ പാർവതി പിന്നെ ആ ദുർഗയൊക്കെ അച്ഛൻ വരച്ചത് തന്നെയാണ്. പിന്നെയുള്ളത് ഇവിടെ ഒരു കോമൺ സ്കൗട്ട്. ഇതാണ് എന്റെ അച്ഛൻ. നേരത്തെ പറഞ്ഞില്ലേ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അച്ഛൻ കണ്ണായിരുന്നാല് അച്ഛനെ ഫുൾ കണ്ടതാണ്. പിന്നെ ഇത് നമുക്ക് അയൺ ചെയ്യാനുള്ള ടേബിളായിട്ട് യൂസ് ചെയ്യാം. പിന്നെ TV വെക്കുന്നുണ്ട്. പിന്നെ ഈ സോഫ ഒക്കെ നമ്മള് മഞ്ചേരിയിൽ ചെയ്യിപ്പിച്ചതാണ്. ആ ഫ്രണ്ടിൽ കണ്ടതും ഒക്കെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ ഫാമിലി ലിവിംഗ്. ഓക്കെ, ഇനി ഏതൊരു സൗണ്ട് കേട്ടത് ഇവിടുന്നാണ്. ഇവിടെ വെള്ളം. അപ്പൊ ഇവിടെ ഭയങ്കര ചൂടുള്ളവർക്കൊക്കെ ഞാൻ ഇവിടെ ഫാൻ ഇവിടുന്നാണ്. ഭയങ്കര സുഖമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ വെള്ളം വീഴുമ്പോ ആ വെള്ളത്തിന്റെ തണുപ്പിങ്ങോട്ടേക്ക് എടുക്കും. ഭയങ്കര സുഖമാണ് ഇവിടെ. നമ്മളെ കുറച്ച് ബേർഡ്സിനൊക്കെ വെറുതെ ഇഷ്ടമായി. ഇവിടെയും പെയിന്റിങ്സ് ഉണ്ട്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാഷ് ബേസിൻ ഇവിടെയാണ് നമ്മൾ വാഷ് ബേസിൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത് സരേരയാണ്. പിന്നെ ഇത് കോമൺ ബാത്റൂം. ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇത് കോമൺ ബാത്റൂം. അപ്പൊ ഇനി നമുക്ക് പാരന്റ്സ് ബെഡ്റൂം. അപ്പൊ ഇത് പാരന്റ്സ് ബെഡ്റൂമാണ്. അച്ഛനും അച്ഛനും കിടക്കുന്ന റൂമാണ്. അപ്പൊ ഇവിടെ ഒക്കെ പെയിന്റിങ്സ് ഉണ്ട്. ഇവിടെ ഇവിടെയൊക്കെ പെയിന്റിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഒക്കെ വാർഡ്രോബാണ്. നമ്മള് എല്ലാ സ്ഥലത്തേക്കും ഇപ്പൊ നമ്മൾ ഒരു ബ്ലോക്ക് ചെയ്യുന്നില്ല, ഫുൾ അങ്ങോട്ടേക്ക് ഫുൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെ മുകളിലൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാത്റൂമും അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെയും അച്ഛൻ്റെ പെയിന്റിംഗ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ആയിട്ട് ഈ ടേബിള് നമ്മള് ജസ്റ്റ് എന്താ സാധനങ്ങളൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ കുറച്ച് ഷോപ്പീസ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മള് പഠിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഇവിടെ ഇരിക്കും. എങ്ങനെ ഹോംവർക്ക് ചെയ്യാനൊക്കെ. പിന്നെ ഇത് ഡ്രസ്സിംഗ് റൂമാണ്. ഇതാണ് ഡ്രസ്സിംഗ് റൂം. ഇവിടെയാണ് ഇരുന്ന് ചെയ്തൊക്കെ. അപ്പൊ
അപ്പൊ ഇതൊരു അറ്റാച്ച് ബാത്റൂം ആണ്. എല്ലാ റൂമിലും ഉണ്ട് അറ്റാച്ച് ബാത്റൂം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ് വാങ്ങിച്ചതാണ് ഈ ബാത്ത് ടബ്. നമ്മള് സാനിറ്ററി ഒക്കെ സെറയുടെ ആണ്. എല്ലാ ബാത്റൂമും ഒക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട് വാർഡ്രോബ്. ഇതൊക്കെ അങ്ങ് അറ്റം വരെ സ്പേസ് കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമുക്ക് അടുക്കള ഭാഗത്തേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ. ആക്ച്വലി പക്ഷെ നമ്മൾ യൂസ് ഇല്ല. ഇനി ഇതൊക്കെ ക്രോക്കറി ഷെൽഫ്സ് ആണ്. ഇവിടെ ക്രോക്കറി ഇവിടെ ഇതൊക്കെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ മെറൂൺ ആൻഡ് വൈറ്റ് തീമാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്രോക്കറി ഷെൽഫ്സ് ആണ്. നമ്മുടെ ഫ്രിഡ്ജും അതേ തീമില്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. നമ്മൾ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന വുഡൊക്കെ റോസ് വുഡ് ഒരു തീമിലാണ് വരുന്നത്. പക്ഷെ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ടീക്കും പ്ലാവും ഒക്കെയാണ്. പിന്നെ ഇത് വർക്ക് ഏരിയ ആണ്. ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട്, ഒരു ചെറിയ സ്റ്റോർ റൂം. പിന്നെ നമ്മളിപ്പോ ഇവിടെ അധികമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മള് അച്ഛമ്മയും അവിടെ നിന്നാണ് കുക്ക് ചെയ്യാറ്. ഇവിടെ നമ്മള് കുക്ക് ചെയ്യാം. അച്ഛമ്മേ, ഇതാണ് എന്റെ അച്ഛമ്മ. അപ്പൊ അച്ഛമ്മയാണ് അടുക്കളയിലും എന്താണ് ചീഫ്, അടുക്കളയിലെ ചീഫ്. അപ്പൊ ഇവിടെ പുറത്ത് 2 ബാത്റൂം ഉണ്ട്. പിന്നെ അവിടെയും ഒരു വാഷ് ബേസിൻ. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ജസ്റ്റ്. ഇനി നമുക്ക് അപ്പൊ ഇതൊക്കെയാണ് താഴെ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ പിന്നെ ഇതൊക്കെ നമ്മള് ഒരു എന്താണ് നമ്മള് ക്രാഫ്റ്റ് വില്ലേജിലൊക്കെ പോയപ്പോൾ പിന്നെ വേറെ ഇങ്ങനെ ഓരോ ഫേസ് എടുക്കുന്നു കുറെ. ഇത് അച്ഛൻ ഓൾമോസ്റ്റ് നമ്മള് ഫസ്റ്റ് ഇങ്ങനെ ഇതിനായിട്ട് ഇങ്ങനെ ചെയ്തൊരു പെയിന്റിംഗ് ആണ് ഇത്. ഇത് പുറത്തേക്കുള്ള ഇതാണ്. അത് ഞാൻ കാണിച്ചു. ഇത് ടെറസാണ്. അത് നേരത്തെ കണ്ട അടുക്കളയുടെ മുകളിലേക്കുള്ള ടെറസ്. അപ്പൊ അവിടെ നമ്മള് കൊപ്രയും അതും ഇതൊക്കെ ഉണക്കാനുണ്ട്. ഇത് ഫുൾ നമ്മൾ ടൈലിടാൻ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ ഇവിടെ വേറെ നമുക്ക് ഭയങ്കര സ്പീഷ്യസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ ചെയ്യാം. അതിന് റെക്കോർഡിംഗ് ആണ് ഒരു വാഷ് ബേസിൻ. ഇവിടെ ഇപ്പൊ നമുക്ക് കുറച്ച് സാധനം കൂട്ടിയിരിക്കുക. പിന്നെ അത് സോളാറിന്റെ ഇതായിട്ടുള്ള ഒരു റൂമാണ്. ഇവിടെയാണ് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഇവിടേക്ക് ഇനി വരും, അപ്പുറത്തുനിന്ന് വരാൻ സ്ഥലമുണ്ട് ഇവിടേക്ക്. ഇവിടെ അപ്പൊ പിന്നെ ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യാറും വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇവിടെയും പെയിന്റിങ്സ് ഒക്കെ ഇവിടെ ഒക്കെ. പിന്നെ ഫുൾ സീലിംഗ് ഒക്കെ ഇവിടെ എല്ലായിടത്തും എല്ലാ റൂമിലും എല്ലാ സ്ഥലത്തും സീലിംഗ്സ് ഉണ്ട്. പിന്നെ ലൈബ്രറിയിൽ അച്ഛനും അമ്മയുടെയും ബുക്സും എന്റെ പുസ്തകത്തിൽ. പിന്നെ ഇവിടെ ഒരു ടി വി. പിന്നെ ഇവിടെ ഇതില് ഒരു സോഫയും ഒരു ദിവാൻ കോട്ടും ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല. ഇവിടെയാണ്. ഇവിടെ ഒരു ചെറിയ ഊഞ്ഞാല് മധ്യ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആണ് ഊഞ്ഞാല്. പിന്നെ ഇവിടെ സിറ്റ് ഔട്ട് പോലെയാണ്. അപ്പൊ ഞാൻ റൂംസ് ആണ് മുകളില്. ഇവിടെ ടോട്ടൽ 4 റൂംസ് ആണ്. 2 താഴെയും 2 റൂം. അപ്പൊ ഇവരൊക്കെ പെയിന്റിംഗ് ഇവിടെ
ഗസ്റ്റ് റൂമാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ പെയിന്റ് ചെയ്യല്ലേ. അപ്പൊ ഞാൻ ഇന്ന് എനിക്കൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഐഫോണിൽ. അപ്പൊ അതിൽ ചുമ്മാ ചെറിയൊരു പെയിന്റിംഗ് ആണ്, പെട്ടെന്ന് ചെയ്തതാണ്. അപ്പൊ ഇവിടേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ഒരു ചെറിയ ബാൽക്കണി, അധികം ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു 2-3 ആൾക്ക് നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ബാൽക്കണി. പിന്നെ ഇവിടുന്ന് നോക്കിയാ ഫുൾ വ്യൂ കാണാം. അതാ ഞാൻ താഴത്ത് നിങ്ങൾക്ക് കാണിച്ചെന്ന പോലെ തന്നെ ഫുൾ പറമ്പ് നോക്കിയാൽ കാണാം. കാരണം ഈ ഭാഗത്തേക്കാണ് കൂടുതലായിട്ടും ഉള്ളത്. താഴത്തേക്കൊക്കെ ഉണ്ട് ഇനിയും. പിന്നെ നമ്മള് ഇവിടെയും എല്ലാ റൂമിലും ഉണ്ട് വാർഡ്രോബ്സ്. ഇവിടെയുണ്ട് വാർഡ്രോബ്. പിന്നെ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയുണ്ട്. ഇത് പാരന്റ്സ് ബെഡ്റൂമിന്റെ അതേ ഡിസൈൻ ആണ് വരുന്നത്. ഒരു ഡ്രസ്സിംഗ് റൂമും ബാത്റൂമും. എല്ലാ ബാത്റൂമിലും വാഷ് ബേസിൻ വരുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് പോവാം. ഇതാണ് എന്റെ റൂം. ഓക്കെ, അപ്പൊ കിഡ്സ് റൂം മാത്രം വേറെ റൂമൊക്കെ ആയിട്ടൊരു വെറൈറ്റി ആണ്. കേട്ടൻ ആയാലും മറ്റേതൊക്കെ ബ്രൗൺ ആൻഡ് വൈറ്റ് ആണ്, പക്ഷെ ഇവിടെ വയലറ്റ് ആണ്. കാരണം എന്റെ 3 ഫേവറേറ്റ് കളേഴ്സ് ആണ് ബ്ലൂ, വയലറ്റ്, പിങ്ക്. അപ്പൊ ഈ റൂം മൊത്തം ആ കളർ ബേസ്ഡ് ആണ്. അപ്പൊ ബെഡ്ഷീറ്റ് പിങ്ക്, ഇത് ബ്ലൂ, ഇവിടെ ലാവൻഡർ വൈറ്റ് വരുന്നു, കർട്ടൻസ്. പിന്നെ സീലിംഗ് വയലറ്റ് കളറാണ്. പിന്നെ ആ ലൈറ്റ് ബ്ലൂ ആണ്. പിന്നെ ഈ പിന്നെ ഇവിടെയാണ് ഒരു ഡ്രസ്സിംഗ് റൂം പോലെ വരുന്നത്. ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ബാത്റൂം ആണ്. ഇവിടെയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി ഒരു സ്പെഷ്യാലിറ്റി ആണ്, ഡോർ കം വിൻഡോ ആണ് ഇത് നമുക്ക് വീണ്ടും പുറത്തേക്ക് ഒരു വഴിയാണ്. അപ്പൊ ഇവിടെയും ഒരു ചെറിയ ബാക്കിലോട്ടുള്ള കാണാനായിട്ട് വ്യൂ ആണ് ഇവിടെ. അപ്പൊ ഇനി മുകളിലേക്ക് ടെറസ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ലെവൽ ആണ് ടെറസിന്റെ. നേരത്തെ നമ്മൾ ടെറസ് കണ്ടു. അപ്പൊ ഇത് ആക്ച്വലി സെക്കൻഡ് എന്ന് പറയാം. ഇവിടെ ഒരു ചെറിയ ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ എടുക്കാന്നുള്ള രീതിയിൽ. ഇത് ഫുൾ ഇങ്ങനത്തെ സ്ലാൻഡിങ് ലെവലായിട്ടാണ് വരുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് നല്ല മലനിരകൾ ഇങ്ങനെ നല്ല വ്യൂ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിനേക്കാളും വ്യൂ വരുന്നത് അവിടെ ഞങ്ങൾക്ക് സോളാർ പാനൽസ് വരുന്നുണ്ട്. താഴെ നമ്മൾ സോളാർ യൂസ് ചെയ്യുന്നുണ്ട് കറണ്ടിനൊപ്പം. പിന്നെ ദിസ് ഇസ് മൈ ഫേവറേറ്റ് സോൺ. അപ്പൊ ഇതെന്റെ ഫേവറേറ്റ് സോൺ ആണ്. ഇവിടെ നമ്മൾ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയ ഒരു രക്ഷയില്ല. ഒരു സന്ധ്യാനേരമൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഓഫ്. പിന്നെ ആ മലയൊക്കെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇതിപ്പം 4 വർഷം മുമ്പാണ്, ഞാൻ പറഞ്ഞില്ലേ 4 വർഷമായി. അപ്പൊ ആക്ച്വലി ഇത് ഉണ്ടാക്കിയ ആ സമയത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ അവരെ ക്വാറി ആക്കി അതൊക്കെ. പക്ഷെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാ ആ ഫുൾ ഏരിയ അങ്ങോട്ടങ്ങ് കാണും. നമുക്കിങ്ങനെ ഇൻസ്പെക്ട് ചെയ്യാം ഫുൾ ഏരിയ. അപ്പൊ ഇവിടുന്ന് നോക്കിട്ട് അത് അവിടെ ഒരു ഓടിട്ടിട്ടുള്ള വീട്, അത് നമ്മളെ പഴയ വീടാണ് എന്ന് പറഞ്ഞ അച്ഛമ്മയൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴേ വീടാണ് അത്. അപ്പൊ അവിടെയൊക്കെ ഉണ്ട് പറമ്പ്. ഇത് ഫുൾ നമ്മള് കൃഷിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ അധികം പച്ചക്കറി ഒക്കെ വാങ്ങല് കുറവാണ്. ഇവിടെയും ഇത് വീടിന്റെ റൈറ്റ് സൈഡാണ്. ഇവിടെയും നിറച്ചും ചെടിയില്ല. ഇതൊക്കെ ഓൾമോസ്റ്റ് ഒരു ബട്ടർഫ്ലൈ ഗാർഡാണ്. ഞാൻ കുറെ ബട്ടർഫ്ലൈ ഗാർഡൻസ് ഒക്കെ പുറത്തുനിന്ന് കണ്ടതിനേക്കാളും വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈസ് ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഇതാണ് എന്റെ വീട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ കുറെ പറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ്ഫുൾ ആവുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്. നിങ്ങളെ കമന്റ്സ് പറയാ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നിങ്ങൾ ഫസ്റ്റ് ആവണം ഞങ്ങളെ വീഡിയോ കാണാനും കമന്റ് ചെയ്യാനും. Okay, so bye. This is Shani B. Karan signing out with cameraman Baiju Karan. Bye.